അങ്ങനെ അഫ്സൽ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം അഫ്സൽ വെറുതെ ഒന്നുമല്ല, ഒരുപാട് തെളിവുകളൊക്കെ ആയിട്ട് വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ തെളിവിൻ്റെ ഒന്നും ആവശ്യമില്ല. അഫ്സൽ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു ജാസ്മിനും അഫ്സലും തമ്മിൽ റിലേഷൻ ഉണ്ട്, അത് സത്യമാണെന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് വെച്ച് തന്നെ ആദ്യം കുറേ നാളുകൊണ്ട് നമ്മൾ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഫ്സൽ എന്നൊരാളുമായിട്ട് റിലേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കറണ്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു ഗെയിമർ എന്ന നിലയ്ക്ക് ജാസ്മിൻ ബെസ്റ്റ് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസിൽ. പക്ഷേ ജാസ്മിന് പറ്റിയൊരു വീഴ്ച എന്ന് പറയുന്നത് ജാസ്മിൻ ഗെയിം കളിച്ചത് സ്വന്തം ലൈഫ് വെച്ചാണ്. അതാണ് ജാസ്മിൻ വന്ന വലിയൊരു വീഴ്ച. ഒരു കാര്യം എടുത്ത് നോക്കിയാൽ നമ്മുടെ ജാസ്മിനെ സ്നേഹിക്കുന്ന പറയാൻ പറ്റത്തില്ല. ഒരു പക്ഷേ ജാസ്മിനെ നെഗറ്റീവായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരും ആയിരിക്കാം. ഇങ്ങനെ ചെന്ന് അഫ്സലിനെയൊക്കെ ചൊറിയുമ്പോൾ അഫ്സൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുമല്ലോ, അങ്ങനെ ആയിരിക്കാം, നമുക്കറിയില്ല. എന്തായാലും ജാസ്മിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ജാസ്മിനെ അന്തം PR എന്ന് പറയുന്നത്. അപ്പോൾ അവരൊക്കെ ചെന്നിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അഫ്സൽ വന്നിരിക്കുന്നത്. അപ്പം അതും പ്രശ്നങ്ങളായി വീണ്ടും മാറുന്നത് ജാസ്മിൻ അഫ്സൽ ആ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് വീണ്ടും വഷളാകുന്നത്. ഇനി എന്തായാലും അവർ ഒരുമിച്ചൊരു ലൈഫ് ഉണ്ടാവില്ല, അത് അഫ്സൽ തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. പുറത്ത് വന്നു കഴിയുമ്പോൾ ഇവരിന് സംസാരിച്ച് ഇനി എന്താണെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ സ്വന്തം ലൈഫ് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ജാസ്മിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ഗെയിമറാണ് ജാസ്മിൻ. എനിക്ക് തോന്നുന്നു ആ ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളെന്ന് പറയുന്ന ജാസ്മിനാണ്. പക്ഷേ ആ ഒരു ഗെയിം എന്ന് പറയുന്നത് തൻ്റെ ലൈഫ് വെച്ചിട്ടുള്ളൊരു ഗെയിമായിപ്പോയി, ഒരു ഭയങ്കര ഒരു ഗെയിമായിപ്പോയി. ഈ 3 മാസം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണമെന്നൊരു ചിന്ത ജാസ്മിൻ ഇല്ലാതായിപ്പോയി. ആ ഒരു കോംബോ ഇല്ലാതെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിവുള്ള കാലിബറുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷേ എല്ലാം കൂടി നശിപ്പിച്ചു. ഇനി ഒന്നും പറഞ്ഞ കാര്യമില്ല. ഈ ഒരു ഷോയും പോയി, ലൈഫും പോയി. പുറത്തിറങ്ങുമ്പോൾ ഇനി അച്ഛനും അമ്മയൊക്കെ ഇനി ഏത് രീതിയിൽ പെരുമാറുന്നത് നമുക്കറിയില്ല. കാര്യം ഷോയിലേക്ക് വന്നപ്പോൾ അവർ സ്നേഹത്തോടൊക്കെ പെരുമാറിയെങ്കിലും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇനി എന്താ നമുക്കറിയില്ല. അപ്പോൾ ആകെ മൊത്തം ആ ഒരു കുട്ടിയുടെ ജീവിതം തന്നെ തകർന്നു പോയി. ഇത് സ്വന്തമായിട്ട് തന്നെ തകർത്ത് വിട്ടതാണ് സ്വന്തം ലൈഫ്. അടിപൊളിയായിട്ട് മുന്നേറി പോകേണ്ട ഒരു ലൈഫ് ഒരു 2-3 മാസം കൊണ്ട് നശിപ്പിച്ചു സ്വന്തം ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിൽ നിന്ന് കയറാൻ എനിക്കറിയില്ല, ഇതിൽ നിന്നൊരു പിടിച്ചു കയറ്റം ജാസ്മിന് സാധ്യമാകുമെന്ന് പോലും. കാര്യം സ്വന്തം വീട്ടുകാർ പോലും കൈവിട്ടൊരവസ്ഥയിലാണ് ജാസ്മിൻ്റെ ഗെയിം പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നല്ല, കളിച്ച് വെച്ചത് കുറച്ച് നാൾ 10-70 ദിവസം കളിച്ച് വെച്ചത് ആ രീതിയിലായിരുന്നു. ഇടയ്ക്ക് വെച്ചൊരു പോയിന്റിൽ സ്വന്തം വാപ്പ വിളിച്ച് പറഞ്ഞതാണ്. എന്നിട്ട് പോലും അവിടെ നിന്നൊരു ട്വിസ്റ്റ്, അവിടെയും പെട്ടെന്ന് കൈവിട്ട് പോകണ്ടായിരുന്നു. ഗബ്രിയുടെ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ വീണ്ടും അത് മറികടന്ന് ലൈഫ് നശിപ്പിച്ചു എന്ന് വേണം പറയാൻ. എല്ലാവരും ബിഗ് ബോസിലേക്ക് വരുന്നത് തങ്ങളുടെ ലൈഫിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ്. പക്ഷേ ജാസ്മിൻ ഉണ്ടാക്കി വെച്ച പല നേട്ടങ്ങളും ജാസ്മിന് നഷ്ടമായി. അതുപോലെ തന്നെ ജാസ്മിൻ ഈ ഒരു ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നേ ജാസ്മിൻ ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ. സോഷ്യൽ മീഡിയ ആകുമ്പോൾ ശത്രുക്കളൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. അപ്പം അവർക്കൊക്കെ ജാസ്മിനെതിരെ പറയാനായിട്ടുള്ള ഒരുപാട് കാരണങ്ങളും ജാസ്മിൻ സ്വയം ഉണ്ടാക്കി കൊടുത്തു. എന്ത് പറയാനാണ്, സ്വന്തം ലൈഫ് വെച്ച് ഗെയിം കളിച്ചു. ഗെയിമിലും നേട്ടം ഉണ്ടായില്ല, എന്നാൽ ലൈഫിലും വലിയ നഷ്ടങ്ങൾ തന്നെ ഉണ്ടായി. പുറത്തിറങ്ങി ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള ശക്തി ജാസ്മിൻ ഉണ്ടാകുമോ എന്നറിയില്ല. ആരും കൂടില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ജാസ്മിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.